ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കൂടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ രാവിലത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. വിൻഷേട്ട് അതേ രാവിലെ ഒരു 5:30 ആകുമ്പോൾ എണിച്ചിട്ട് കുളത്തിലേക്ക് കുളിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ ഉള്ള പോലെ അടുത്തല്ല കേട്ടോ കുളം, കുറച്ച് ദൂരം ഉണ്ട്. കുറച്ച് ദൂരം വെച്ചാൽ ഞങ്ങളൊക്കെ പണ്ട് നടന്നിട്ടാണ് അമ്പലത്തിൽ പോയിടുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ നടന്ന് പരിചയമില്ലാത്തത് കൊണ്ട് നമുക്ക് ദൂരം പോലെ തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ വിൻഷേട്ട് അതേ അയ്യപ്പൻകാവ് കേട്ടോ, പുതിരുത്തി അയ്യപ്പൻകാവ് അവിടേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ എണിച്ചു. എന്താ വെച്ചാൽ നമ്മൾ ഈ 5:30 ആകുമ്പോൾ എന്നും 5:30 അല്ല 5 മണിയൊക്കെ ആകുമ്പോൾ എന്നും നീച്ചിട്ടിപ്പോൾ ആ സമയമാകുമ്പോൾ തന്നെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ ഉറങ്ങാൻ ശ്രമിച്ചാലും എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. അമ്മയാണെങ്കിൽ വിൻഷേട്ടൻ വരുമ്പോഴേക്കും മടിച്ചോരലും തുടക്കലൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ട്. എന്നോടാണെങ്കിൽ പിന്നാലെ നടന്ന് പറയുന്നുണ്ട് കേട്ടോ, അമ്മയ്ക്ക് ഇടുന്നോ, എനിക്കുണ്ട് അവിടെ പോയി നേരത്തെ എണീക്കണം, തലേക്ക് ഇടുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയുകയാണേ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ, രാത്രിയിലും പകലായാലും ആ വീട്ടിലൊക്കെ കണ്ടില്ലേ മറ്റേ മാല ബൾബ് തൂക്കിയേക്കണത് നമ്മുടെ പെരുന്നാളിൻ്റെ ആണ് കേട്ടോ. ഇപ്പോഴും നല്ല ഏത് രാത്രി നമുക്ക് മുറ്റത്തിറങ്ങി നിൽക്കാൻ ധൈര്യം ഉണ്ടാകും. അങ്ങനെ ഒരാളനൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട്. തേജാണെങ്കിൽ ഇന്നലെ വിൻഷേട്ടൻ്റെ കൂടെയായിട്ട് കിടന്നിരിക്കുന്നത്. അവൻ നല്ല ഉറക്കാണ്. അവൻ വിൻഷേട്ടൻ എനിച്ചതും പോയതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ പിന്നെ വീണ്ടും പോയിട്ടൊന്ന് കിടന്നു. പക്ഷെ എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം അച്ഛൻ അതേ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഫോണിൽ. അപ്പോൾ പിന്നെ എങ്ങനെ ഉറക്കം വരാനാ? പക്ഷെ മഞ്ഞൊക്കെ കാരണം ഒരു ക്ഷീണും മടിയൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ പാട്ട് കേട്ടിട്ട് ഇത് ഇങ്ങനെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം. ഉറങ്ങാൻ എന്തായാലും പറ്റിയില്ല. പിന്നെ ഞാനങ്ങോട്ട് എനിക്ക് വന്ന് നോക്കുമ്പോൾ അതേ അച്ഛൻ വിളക്കും കാര്യങ്ങളൊക്കെ കൊളത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഷേട്ടനും വന്നു കേട്ടോ. വിൻഷേട്ടൻ കുളിച്ച് വരുമ്പോഴേക്ക് നേരം വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുളത്തിൽ കുളിക്കുമ്പോൾ ഒരു നല്ല വൈബല്ല, അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. ആദർശ് വന്ന സമയത്തും അതേട്ടാ അവ അവിടെ പോയിട്ടാണ് കുളിച്ചിടുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചു കണ്ടു എന്താ കുളത്തിൽ കുളിക്കണം നിർബന്ധമാണോ എന്നൊക്കെ. അതായത് മാലിട്ട് കഴിഞ്ഞ് അമ്പലക്കുളത്തിൽ മുങ്ങി കുളിക്കണം എന്നാലോ പറയുക. അപ്പോൾ അല്ലാത്തവരുണ്ട്, കുളിക്കാത്തവരുണ്ട്. നമുക്ക് പിന്നെ അടുത്ത അമ്പലം ഇതുള്ളോട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ കുളിക്കുന്നു കേട്ടോ. പിന്നെ ജോബിനൊക്കെ പോകുമ്പോൾ വിൻഷേട്ടൻ വൈകിട്ടാണ് വരുന്നത് വെച്ചെങ്കിൽ കുളത്തിലല്ല കുളിക്കുക. വീട്ടിലുള്ള സമയത്തൊക്കെ കുളത്തിൽ പോയിട്ടാട്ടോ കുളിക്കാറ്. പിന്നെ അമ്മ അതേ വിൻഷേട്ടൻ അപ്പോഴേക്കും കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ അമ്മ രാവിലത്തേക്കുള്ള ചായപ്പണിയിലാട്ടോ. അപ്പം ഞാൻ എന്തായാലും നേരത്തെ എനിക്കും ചെയ്തുല്ലോ. അതായത് 7:30 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാം കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അമ്പലത്തിൽ പോവാന്ന്. ഇന്നലെ ആണെങ്കിൽ ഞാൻ വിൻഷേട്ടൻ്റെ കൂടെ കുളത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നാളെ അമ്പലത്തേക്ക് പോകണമെന്ന്. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് രാവിലെ തന്നെ ഇത് അമ്പലത്തിൽ പോയി. ഇത് പിന്നെ വെല്ലിച്ചനാട്ടോ, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനാണ് കേട്ടോ. വെല്ലിച്ചനാണെങ്കിൽ വിൻഷേട്ടനെ കണ്ട വിടില്ല. കാരണം ആള് ലോട്ടറി വിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വിൻഷേട്ടനെ കണ്ട വേഗം അത് ഏൽപ്പിക്കും. അപ്പോൾ വിൻഷേട്ടനാണെങ്കിൽ ലോട്ടറി കണ്ട വാങ്ങാണ്ട് ഇരിക്കില്ല. അപ്പോൾ രണ്ടുപേരും തമ്മിൽ നല്ല ബോണ്ടാട്ടോ. അപ്പോൾ അതേ വെല്ലിച്ചനെ ലോട്ടറി വാങ്ങി. പിന്നെ നമ്മളിതേ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ അതേ എന്തിനാണ് ഓട്ടോ എന്തോ തരാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ അതും വാങ്ങിയിട്ട് നമ്മളിതേ പോയിട്ടുണ്ട് കേട്ടോ. സംഭവം അത്ര ദൂരമൊന്നും ഇല്ല. ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമ്മൾക്ക് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. പക്ഷെ ഇപ്പം നടന്ന് ശീലമില്ലാണ്ട് ഇപ്പോൾ അതേ അങ്ങനെ ഒരു മടി കാരണമായിട്ടാണ് വണ്ടിയുമ്പോൾ പോണത്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നടന്നിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊക്കെ വന്നിടുന്നത്. പിന്നെ അച്ഛൻ്റെ കൂടെ വരുമ്പോൾ മാത്രമായിട്ടോ ബൈക്കുമ്പോൾ വരിക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തട്ടകത്ത് അമ്പലം കേട്ടോ. പുതിരുത്തി ശ്രീ ഭരതക്കാട്ട് അയ്യപ്പൻകാവ് ക്ഷേത്രം. അറിയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഉണ്ടാവണം. അപ്പോൾ അവള് വന്നാണ് അമ്പലത്തിൽ. ഞാൻ നേരത്തെ വന്നിട്ട് ഇവിടെ കുളമുണ്ട്, കുളിച്ചിട്ടൊക്കെ പോയതാ. പിന്നെ അയ്യപ്പൻകാവ് ഇവിടെ പൂരണ്ടാവാറില്ലേ കേട്ടോ. ആ ലക്കം നല്ല സൂപ്പറാണ് കേട്ടോ. വഴിപാട് കൗണ്ടറിലേക്ക് സൂര്യ പോകുന്നുണ്ട്. ഭഗീരഥമ്പിള്ള വക വലിയ വെടിനാല് ചെറു വെടിനാല് വഴിപാടിയും ഒരു കേട്ട സൂര്യ. എന്തായാലും വിൻഷേട്ടൻ്റെ വോയിസ് കൊടുക്കണില്ല, വിൻഷേട്ടൻ്റെ വോയിസ് കേൾപ്പിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പരാതികൾ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ആ പരാതി ഞാൻ അങ്ങോട്ട് പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വിൻഷേട്ടൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ ആ വോയിസ് ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഇതാണ് ഞാൻ രാവിലെ കുളിക്കാൻ വരുന്ന കുളം. ഇപ്പം 2 ദിവസം കേട്ടോ, 2 ദിവസമായിട്ട് ഇവിടെ വന്നിരിക്കില്ലേ, പെരുന്നാളൊക്കെ ആയിട്ട് വന്നാൽ. അപ്പോൾ ഇവിടെ കുളിക്കാൻ വരിക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ. സൂര്യ അമ്മായി ആരോടൊക്കെ വർത്തമാനം പറയുന്നുണ്ട്. അമ്മായി പ്രാർത്ഥനയിലാണ്. സൂര്യ എന്താണ് നിൽക്കുന്നത്, നിലത്തിനൊക്കെ പറക്കി കിടക്കണേ. പഴയ സ്വഭാവം തന്നെയല്ലേ. പൂരം അടിപൊളിയായിട്ടായി ഈ ഭാഗത്തെ. കാരണം എന്താ വെച്ചാൽ ഡിസംബർ 25 വരെ പൂരം. ഞങ്ങളവിടെ എന്നൊക്കെ പറയുമ്പോൾ നൈറ്റ് പൂരം ഉണ്ടാവില്ല, മീൻസ് പകൽ പൂരം ഉണ്ടാവും. അതൊരു 7 മണി 8 മണി 9 മണിക്കൊക്കെ അവസാനിക്കും. പിന്നെ പുലർച്ചെ ഉണ്ടാവുക.
ഇവിടെ പറഞ്ഞാൽ വൈകുന്നേരം തുടങ്ങുക, ഒരു 5 മണി 6 മണി ആ ടൈമിൽ തുടങ്ങിയിട്ട് പിന്നെ അവസാനിക്കുക പുലർച്ചെ 1 മണി 2 മണി 3 മണിക്കൊക്കെ. അപ്പം നല്ല വൈബാണ്, നല്ല ടയർഡാവില്ല, വെയിലും ഇല്ല, അടിപൊളി പൂരവും നൈറ്റുള്ള കാരണേ. അത് ഇവിടെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ, കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല വൈബാണ്. പിന്നെ തൃശ്ശൂർ ഭാഗത്ത് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ, നൈറ്റാണ് പൂരങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഞങ്ങളവിടെ പകൽപ്പൂരം ഉണ്ടാവും, പിന്നെ പുലർച്ചെ ഉണ്ടാവുക പൂരം, അതും അധികം ഉണ്ടാവില്ല. ടീമോള് ആന പഞ്ചവാദി അങ്ങനത്തെ ടീമോൾ ഉണ്ടാവുള്ളൂ. ഇവിടെ പറഞ്ഞാൽ നൈറ്റാണ് പരിപാടി. ക്രിസ്മസിൻ്റെ അന്നാണ് പൂരം, അതാണ് ഇവിടുത്തെ വൈബ്. കാരണം നമ്മുടെ ക്രിസ്ത്യൻസും ഉണ്ട്, കുറച്ചധികം ക്രിസ്ത്യൻസും ഉണ്ട്. പിന്നെ അപ്പോൾ രണ്ടാളുടെയും പരിപാടിയായി കാരണേ അടിപൊളിയാവും, ഇവിടെ നല്ല കളറാവും. പിന്നെ ആല് ഇവിടുത്തെ മെയിൻ കേട്ടോ, നല്ല വൈബാണ് ഇവിടുത്തെ. അത് കാണുമ്പോൾ തന്നെ അറിയാം, പടർന്ന് പന്തലിച്ച് നിൽക്കണ ആല്. ഞാൻ ഉള്ളിൽ കയറാത്ത വേറെ ഒന്നല്ലോ, രാവിലെ ഒന്ന് തൊഴുതു പോയ കാരണം പിന്നെ കളി കഴിഞ്ഞ് വന്ന് നിൽക്കുക. അപ്പോൾ പിന്നെ ഇനി ഒന്നുകൂടി കുളിക്കാണ്ട് പിന്നെ അമ്പലത്തിൽ പോകേണ്ട വെച്ചിട്ടാണ്. ഇനി വീട്ടിൽ പോയിട്ട് ഒന്നുകൂടി കുളിക്കണം. ഞാൻ കുറി തൊട്ടോ, എൻ്റെ നെറ്റത്തല്ലേ കുറി കിടക്കണേ. എനിക്ക് ഞാൻ കളി കഴിഞ്ഞല്ലേ, ഇനി വീട്ടിൽ പോയിട്ട് ഒന്നുകൂടി കുളിക്കണം. ഈ ഇതിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ തൊടുമ്പോൾ സംഭവം അറിയോ, അത് സ്ക്രാച്ച് വീഴും, കളർ മങ്ങും ഇങ്ങനെ ചന്ദ്രൻ ഓടുമ്പോൾ. ഓൾറെഡി മുന്നേ തൊട്ട് കഴുകിയിട്ടില്ല, അപ്പൊ ഇങ്ങനെ പൊത്തല്ലേ എൻ്റെ തലയിൽ പൊത്തണ പോലെ ഈ കഴുകി കളയും. അതേപോലെ ഈ വണ്ടിയിൽ കഴുകി കളയുണ്ടോ കണ്ടല്ലേ. ചെറുപ്പത്തിലുണ്ടല്ലോ, ചെറുതാവുമ്പോ എല്ലാ ഞായറാഴ്ച അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് വരും, ഞാനും ആരും കൂടിയിട്ട്. എന്നിട്ട് സോഡ കുടിച്ചു പോവല്ലേ, സോഡ സോഡ കുടിക്കാൻ വരാനല്ലേ അച്ഛൻ വാങ്ങി തരാറ്. എന്നിട്ട് വന്നിട്ട് തൊഴിൽ എല്ലാ ഞായറാഴ്ചയും പറഞ്ഞ എല്ലാ ഞായറാഴ്ച വരും. അന്ന് നമുക്ക് ഈ പീരീഡ്സിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഞങ്ങള് രണ്ടാളും വരും. ഞായറാഴ്ച അധികം വരും. എന്നിട്ട് അച്ഛനോട് ജീരോ സോഡ കുടിക്കാൻ വേണ്ടിട്ട് വരാണ്, 2 ജീരോ സോഡ കുടിക്കാൻ. ഞാനും ആര്യാണെങ്കിൽ അന്ന് നല്ല ഗുണ്ടുമണിയോളം നടന്നു, ഇരട്ട കുട്ടികളെ പോലെ പട്ടുപാവടിയും ബ്ലൗസ് ഇട്ടിട്ട് ഞങ്ങൾ വന്നിടുന്നു. എന്നിട്ട് നമ്പൂതിരി ഇപ്പം ഇല്ലാട്ടാ, ആള് ഭയങ്കര കമ്പനിയായിരുന്നു ഞങ്ങളുടെ അടുത്ത്. ഇന്നലെ വന്നിട്ട് പറയും ചെയ്തില്ലേ. അപ്പോഴാണ് ആ ചാലിലയിൽ തരും, കയ്യിൽ കിട്ടുന്ന കുറി ആലിലയിൽ ഇട്ട് വെക്കുകയും ചെയ്യുക. അപ്പൊ എനിക്കൊരു അല്ല തന്നപ്പോൾ ആയിരിക്കും വേണം, എന്നിട്ട് ആയിരിക്കും ഒരു അല്ല പറക്കി കൊടുക്കും. ഇവിടെ മറിച്ചാലിൽ തന്നെ കിടക്കുന്നുണ്ടാവുക. അല്ലോട്ടില് പിന്നെ അല്ലാണ്ട് തേക്കിന്റെ ഇല കിടക്കില്ലല്ലോ. അതൊക്കെ ഒരു ഓർമ്മകൾ. എന്തുവാടേ സുമതേച്ചി വിളിച്ചിട്ടുണ്ട് സൂര്യ. ഞാനേ വണ്ടി എടുക്കാന്ന് പറഞ്ഞാണ്, അപ്പൊ ഓൾക്ക് വണ്ടി എടുക്കാൻ പറഞ്ഞേ കൊല്ലുലോ ഓള്. അമ്പലത്തിന് എൻട്രി, ഞങ്ങള് വീട്ടിൽ പോണം. ഞാൻ വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ട് ഓൾക്ക് വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ട് സൂര്യ പണ്ട് വായ നോക്കി ഇടുന്ന സ്ഥലമാണ്. എന്നെ പറഞ്ഞ വായ നോക്കി ഇടുന്ന സ്ഥലമാണ്. ചെറുപ്പത്തിലെ സ്ഥലം അങ്ങനെ സ്കൂട്ടിന്റെ കമ്പലത്തിൽ വരാൻ കണ്ടത്ര ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക്. അമ്പലത്തിൽ നിന്ന് കുറച്ചും കൂടി നീങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വീടും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴി. പിന്നെ അമ്പലത്തേക്ക് ഇങ്ങനെ കുറേ നാളായിട്ടുണ്ടാവട്ടെ ഞാൻ വന്നത്. ഇപ്പോൾ വിളക്കിന് വന്നിട്ടില്ല, പൂരൊക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ വരാറ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ മുമ്പൊക്കെ വന്നിട്ടുള്ള പരിചയം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരേനൊക്കെ അങ്ങനെ കാണും. അപ്പോൾ അവരോടും ഇതേ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ 1-2 പേരോട് സംസാരിച്ചു. പിന്നെ നമുക്ക് ഇതേ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ നിർത്തിയത് നമ്മുടെ തേജപ്പൻ അച്ഛൻ്റെ കൂടെ വരുന്ന കടയാണ് കേട്ടോ, സൽജോൻ ചേട്ടൻ്റെ കട. അപ്പോൾ ഞങ്ങളങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ കയറി വീട്ടിലേക്ക് ഇട്ടാ. പിന്നെ നമ്മുടെ മുളക് ഉണ്ട് കേട്ടോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നീളമുള്ള മുളക്, അതാണ് വറക്കുക. അയ്യോ തേജൻ്റെ മൂക്ക് ഗൈസ്, തേജൻ ഉണ്ടല്ലോ എൻ്റെ മൂക്കും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേജന് മേക്കപ്പ് ചെയ്യണ നേരത്താണ് ഞാനിത് ഇവിടെ വോയിസ് കൊടുത്തോണ്ടിരിക്കണത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സൽജോൻ ചേട്ടൻ്റെ പിള്ളേരാട്ടോ, അവർ നമ്മുടെ വീഡിയോസ് കാണും എന്നൊക്കെ പറയാട്ടോ. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവർ ഓടി വിളിച്ചു കണ്ണാപ്പിക്കുട്ടന്മാര് വരുന്ന റോഡാണ്. പിന്നെ വെള്ളടിക്കുന്നൊക്കെ ഞാൻ
വന്നപ്പോഴാണ് ഒരു പുരോഗമനമായത് അവിടെ. എല്ലാവരും വന്ന് കമന്റിൽ പറയണതാണ് നിങ്ങൾ തമ്മിൽ എന്ത് നല്ല ബോണ്ടാണ്, അതായത് ഞാനും വിൻഷേട്ടനും തമ്മിൽ എന്ത് നല്ല സ്നേഹമാണെന്ന്. ഒരിക്കലല്ല ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിന്നതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഞങ്ങളുടെ സ്വഭാവം കേട്ടോ. അതായത് കൈ നോക്കിയിട്ട് അമ്മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വിൻഷേട്ടൻ 2 പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് 10 പറയും, പക്ഷെ മുമ്പിൽ നിന്ന് പറയില്ല, നടന്നോണ്ടേ പറയുള്ളൂ എന്ന്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാനിങ്ങനെ നടന്നുകൊണ്ട് കിടികിടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമാട്ടെ എൻ്റെ. ഞാൻ വിൻഷേട്ടൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അങ്ങോട്ടും പറയും, ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഇങ്ങോട്ടും പറയും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്ക് ഒരുമിച്ച് നിന്നാൽ കീരിയും പാപ്പോ. സത്യം പറയാലോ, ഞങ്ങൾ അങ്ങനെ കേട്ടാ. എപ്പോഴും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും തല്ലുപിടിക്കൊണ്ടാട്ടാ. അതിൻ്റെ കൂടെ തേജും കൂടി ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല തേജുവോ, നമ്മളിവിടെ എപ്പോഴും അടിയല്ലേ? തേജ് കൂടി പിന്നെ അവിടെ പൂരായി അടിയിട്ട് പൂരായി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങള് പിന്നെ ചായ പിടിക്കാൻ നോക്കിയിട്ട് അമ്മ അതേ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊള്ളിഷ്ടു അങ്ങനെ പറയാ കേട്ടോ അവിടെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. നല്ല അടിപൊളി കൊള്ളിഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂട്ടിയിട്ട് കഴിക്കായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഉച്ചത്തേക്ക് അമ്മ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻചേട്ടനും സാമ്പാർ ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ട് അമ്മ സാമ്പാർ പൂരിയിലേക്ക് വെച്ച്, വിൻചേട്ടന് എന്തെങ്കിലും സാമ്പാർ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്, അപ്പോൾ അമ്മ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ ഞങ്ങൾ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങൾക്ക് കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ കാപ്പി കുടിക്കാനുള്ള കൂടുതൽ ഇഷ്ടം അതുകൊണ്ട്. പിന്നെ അമ്മ അതേ ഉച്ചത്തേക്കുള്ള കാബേജ് ഉപ്പേരിക്കുള്ളതാണ് അരിഞ്ഞുകൊണ്ടിരിക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയോട് കഴിഞ്ഞിട്ട് നേരെ അതേ കുറച്ച് വീഡിയോസ് എടുക്കാൻ പോവാട്ടോ. കൊളാബിന്റെ സാരിയാണ് കേട്ടോ ഇത്. എൻ്റെ മൈ ഡ്രീം കളക്ഷൻസ് ബൈ സിന്ധു എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കളറാട്ടോ ഈ ഒരു യെല്ലോയും ഗ്രീനും കോമ്പിനേഷൻ വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു സാരി ആയിരുന്നു കേട്ടോ ഒരു കൊളാബിന് അയക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ. ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട്. ഞാനിതായിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ മാളും ടീംസൊക്കെ ഉണ്ട്, ടച്ചും മാളും അതൊക്കെ ഉണ്ട്. അവർക്കും എന്തോ വീഡിയോസൊക്കെ എടുക്കണം പറഞ്ഞിട്ട്. അപ്പം അവരാണ് കേട്ടോ എന്നെ നല്ലൊരു സ്പോട്ട് ഉണ്ട് ചേച്ചിയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണത്. പിന്നെ ഇപ്പോഴും കുറേ പേര് കൊളാബിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, അതായത് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡ്രസ്സ് സ്വന്തമായിട്ട് കിട്ടുമെന്നൊക്കെ. അപ്പോൾ കിട്ടും. നമ്മൾ എന്ത് കൊളാബാണോ നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് സ്വന്തമായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ പെയ്ഡ് കൊളാബാണ് കേട്ടോ ചെയ്യണത്, ബാർട്ടറല്ല, വിത്ത് പേയ്മെൻറ്റും വാങ്ങുന്നുണ്ട് കേട്ടോ. ഒരു കൊളാബിന് സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ പെയ്ഡ് കൊളാബ് ചെയ്യുമ്പോഴേ നമുക്കൊരു വില ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തോ ഫ്രീ ആയിട്ട് തന്ന് കുറേ പേരുടെ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇതുപോലെ കൊളാബ് ചെയ്യുന്നവരുടെ. അതേ അവസ്ഥയാണ് അവരുടെ നിന്ന് എന്തോ ഓസിക്ക് വാങ്ങി നമ്മൾ എന്തോ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫീലാണ് ഓപ്പോസിറ്റുള്ള ആളുടെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പെയ്ഡായിട്ടാണ് ചെയ്യണത്. ഉള്ളത് ഞാൻ വൃത്തിക്ക് ചെയ്ത് കൊടുക്കും, നല്ല നീറ്റാക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്കത് ഇതുവരെ കൊളാബ് ചെയ്ത് കൊടുത്ത പേജുകാരൊക്കെ നല്ല റെസ്പോൺസ് ആട്ടോ എനിക്ക് തന്നിട്ടുള്ളത്. അവർക്ക് നല്ല എന്താ പറയുക, അവർക്ക് സെയിൽ നടന്നു എന്നുള്ള രീതിയിലുള്ള ഇതാട്ടോ എനിക്ക് വരാറ്. തേജുവോ ഒതുങ്ങിയിരിക്കട, ഇവൻ എന്നെ മേക്കപ്പ് ചെയ്തൊന്ന് കോളാക്കൂട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിതേ സ്പോട്ടിൽ എത്തിയിട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, തൊട്ടടുത്തല്ല, കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാലുള്ള ഒരു വീടാണ് കേട്ടോ ഇത്. എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് വീടിൻ്റെ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. പിള്ളേരാണ് എന്നെ ഇങ്ങോട്ട് കൊടുന്നേക്കണത്. ഇതിപ്പോൾ ആരോ ഞാൻ ഇന്നലെ വീഡിയോ കേട്ടോ. അപ്പോൾ അതിൽ കമൻറ്റ് സെക്ഷനിൽ കണ്ടു ആര്യമ്പാടം, ഇത് സംഭവം പുതിരുത്തിയാണ് ഈ വീടുള്ളത് കേട്ടോ. അപ്പോൾ ആര്യമ്പാടം അജീഷേട്ടൻ്റെ വീടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ ആയിരിക്കാം കേട്ടോ, എനിക്കറിയില്ല ഡീറ്റെയിൽസ്, ഞാൻ പറഞ്ഞല്ലോ. സംഭവം ഈ ഒരു ഏരിയയിലാണ് ഞാൻ 6ാം ക്ലാസ് തൊട്ടിട്ട് 10th വരെ ട്യൂഷന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊന്നും ഈ വീട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിപ്പോൾ നിൻ്റെ മാരേജൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ നിന്നൊക്കെ പോയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീട് വന്നിരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി വീടാണ് കേട്ടോ. ഇവിടെ ആൾതാമസം ആൾതാമസം ഇല്ലാത്ത വീടൊന്നും അല്ല കേട്ടോ. അവിടെ ആളൊക്കെ ഉണ്ട്, യാതൊരു കുഴപ്പമില്ല കേട്ടോ. അവർക്ക് വീഡിയോസോ ഫോട്ടോസോ കാര്യങ്ങളൊന്നും എടുക്കണോണ്ട്. പിന്നെ മാളൂന് ഇവിടെ അറിയാം, അവളിങ്ങോട്ട് വന്നിട്ട് പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വരുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അടിപൊളി വീഡിയോസും ഫോട്ടോസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ ആര്യയുടെ കല്യാണത്തിന്റെ തലേന്ന് ഹൽദിയുടെ ചെറിയൊരു ഷൂട്ടൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും എനിക്ക് അങ്ങനെ വരാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങോട്ട്. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇതേ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. പെറ്റിങ് ഞാനുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ തേജപ്പൻ എന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോന്ന്. ഈ കോലം എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ ഒന്ന് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് സത്യം പറഞ്ഞപ്പോൾ ഇരുന്ന് ഈ വോയിസ് കൊടുക്കണത്. ഈ ചെക്കൻ തൊയിരം തരുന്നിലേക്ക് ഇത് അവിടെ ഇവിടെയൊക്കെ വരച്ചിട്ട് എന്നെ ആകെ മേക്കപ്പ് ചെയ്തിട്ടാണ് ഇരുത്തിയേക്കണത്. അങ്ങനെ ഇതേ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി എടുത്തു, പിള്ളേരുടെ വണ്ടി എടുത്തു. അവരിതെല്ലാം പറക്കി കൂട്ടി എടുത്തിട്ട് നമ്മളിതേ പോവാണ് കേട്ടോ. പിന്നെ ഇതേ വീടെത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതേ വിൻചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ തേജപ്പൻ്റെ സപ്പോർട്ട് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം തേജുവാണ് എനിക്ക്. കാരണം ഇപ്രാവശ്യം ഞാൻ പാട്ട് പാടിയിട്ടൊക്കെ വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒപ്പം നടന്നിട്ട് ആ പാട്ട് ഫോണിൽ വെച്ച് നിന്നിട്ട് നിങ്ങൾ കാണാത്ത രീതിയിലൊക്കെ കുട്ടി ഫോൺ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു ക്ലിപ്പിലെങ്ങാണ്ടോ കുട്ടിയുടെ ഒരു നിഴൽ കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടി അതൊക്കെ ഇതേ പാട്ട് ഫോണിൽ പിടിച്ചെന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കസാരയുടെ മുകളിൽ തലോണിട്ടിട്ട്. അപ്പൊ വിൻചേട്ടനായില്ലോ, വിൻചേട്ടന്റെ ഒപ്പായില്ലോ. ഓ
എന്നാ എക്സാം? അപ്പൊ ഉച്ചത്തേക്ക് അമ്മതേ സാമ്പാർ ഞാൻ രാവിലെ പറഞ്ഞില്ല, അതുണ്ടായിരുന്നു. സോയാബീൻ വറുത്തതുണ്ടായിരുന്നു, കേബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, മുളക് വറുത്തതുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ഇരുമാമ്പുളിയച്ചാർ ഉണ്ടായിരുന്നു, എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ തേജപ്പതേ ഉപ്പേരി എടുത്തിട്ടില്ല, കൂട്ടാനും എടുത്തിട്ടില്ല കേട്ടോ. സോയാബീനൊക്കെ എടുത്തിട്ടാണ് കഴിക്കണത്. ഞാൻ നന്നായി ഫുഡ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി തടി വെച്ച് വരുന്നുണ്ട്. കുറേ പേര് ഇപ്പോൾ കമന്റിൽ പറയുന്നുണ്ട് ഞാൻ തടി വെച്ചോന്ന്. സത്യം ഞാൻ തടി വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് തോന്നണതല്ല, ഡ്രസ്സിൻ്റെ അല്ല, ഞാൻ തടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡയറ്റൊക്കെ അവിടെ പൊട്ടിച്ചേക്കാണ് ഞാൻ. എന്നാന്നറിയോ, കറക്റ്റ് ഓണം വരെ ഞാൻ കറക്റ്റ് പക്കയായിട്ട് ഡയറ്റ് പ്ലാനിൽ പോയിട്ടുണ്ടായിരുന്നു. ഓണം കഴിഞ്ഞോടുകൂടി എല്ലാം ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നു. പായസം വീട്ടിൽ നിന്ന് എന്ന് കുടിച്ചോ, അതിന് ശേഷം എൻ്റെ എല്ലാം പോയി കേട്ടോ. അവിടുന്ന് ഒക്കെ കൊളായേക്കണം. ഇനി എന്തായാലും ഞാൻ ജിമ്മിൽ പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. എൻ്റെ ഈ ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജിമ്മിൽ പോയി തുടങ്ങണമെങ്കിൽ. അതിനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആര്യയുടെ അതുമൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാനാണ് അതുമൊക്കെ എടുക്കുന്നത്. ഞാനും തേജും കൂടിയിട്ടാണ് കേട്ടോ അടി ഉണ്ടാവുക അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന നല്ല രസമാണ്, നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുവേ. പിന്നെ അച്ഛൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും പണി മാറ്റി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തിരുത്തിപ്പറമ്പ് വിളക്കാണ് ഇന്ന്. അപ്പോൾ അച്ഛൻ നേരത്തെ പണി മാറ്റി വന്നിട്ടുണ്ട്. പിന്നെ ആര്യയും തേജും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ ആദ്യത്തെ ചെറിയ കുട്ടി ആര്യയാണ്, രണ്ടാമത്തത് നമ്മുടെ തേജുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കൊടുന്നാലും ഇവരാണ് അച്ഛൻ്റെ നിന്ന് പൊതി വാങ്ങാൻ ആദ്യം ഓടുക. അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ മാറ്റി മാറ്റി നോക്കുന്നുണ്ട്. അച്ഛൻ വരുമ്പോഴും വിളിക്കൂട്ടാ, എന്തെങ്കിലും കൊണ്ടുവരണം, എന്താ കൊണ്ടുവരേണ്ടി വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഓർഡർ കൊടുക്കും, ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടാ. പിന്നെ ഞങ്ങൾ വീണ്ടും ഉമ്മർത്തതേ വന്നിങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി കിടന്നായിരുന്നു, പക്ഷെ ഉറങ്ങിയില്ലേ തോന്നുന്നു കേട്ടോ. അപ്പോഴേക്ക് അച്ഛൻ വന്നുകൊണ്ട് ഏറ്റു. പിന്നെ ഞങ്ങൾ ഉമ്മർത്തിരുന്നു. പിന്നെ ഏകദേശം ചായ കുടിക്കേണ്ട സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും വിൻചേട്ടനും കൂടിയിട്ട് ഇതേ ഉമ്മർത്തിരുന്ന് വർത്താനം പറയാണ്. പിന്നെ നമ്മുടെ തേജു അവൻ്റെ വണ്ടി എടുത്തിട്ട് അവനിപ്പോൾ തൽക്കാലം ഇവിടെ കളിക്കാൻ ഇതന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഇപ്പം എന്തൊക്കെ വിക്രസ് കാട്ടാൻ പറ്റുമോ അതൊക്കെ കാട്ടും. ഇതിന് തലയിൽ വെച്ച് നടന്നിട്ടില്ല, ബാക്കിയെല്ലാം ഈ ഒരു കാറോട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതും ഇപ്പം നിന്നിട്ട് പോവുക, അതിൻ്റെ ഫ്രണ്ട് പൊക്കുക, ബാക്ക് പൊക്കുക, നിന്നോടത്ത് നിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ അവനൊരു ഐഡിയ ഇല്ല കേട്ടോ. നല്ല കളിയാണ് ഇപ്പോൾ ഇതുകൊണ്ട്. ഇങ്ങനെ വീട്ടിലെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്യുക ആദർശിനിയാവും കേട്ടോ. പിന്നെ ഈ വിളക്കിനല്ല സോറി, വിളക്ക് മീൻസ് വിൻചേട്ടൻ്റെ അവിടുത്തെ വിളക്കുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ തേജ് ഒതുങ്ങിയിരിക്കട പൊന്ന ലിപ്സ്റ്റിക് അല്ലേ. ഞാൻ സത്യമായിട്ടൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എന്നെ മേക്കപ്പ് ചെയ്തിട്ടൊരു കോല, അവന്നെ മേക്കപ്പ് ചെയ്തിട്ട് ഒരു കോല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മമ്മ അത് കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഡേ നമ്മൾ ചായ കുടിക്കായിരുന്നേ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ. അപ്പൊ അമ്മ അച്ഛതേ കുറേ വെളുത്തുള്ളി ഇങ്ങനെ കുറവിന് കിട്ടിയപ്പോൾ കൊണ്ടുവന്നുണ്ടെന്നും പറഞ്ഞിട്ട് കുറച്ചത് എനിക്ക് ആക്കുന്നുണ്ട് കേട്ടോ, കൊണ്ടൊക്കോ എന്ന് പറഞ്ഞിട്ട്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുളകില്ലേ, നീണ്ട മുളക്, അതൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നൊന്നും ഞാൻ ഇപ്രാവശ്യം തേജ് ഞാൻ വോയിസ് കൊടുക്കട്ടാ. പിന്നെ ഇതിനും കൂടുതലൊന്നും ഞാൻ ഇപ്രാവശ്യം വീട്ടിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടാ, ഇതന്നെ കൊണ്ടുപോയിട്ടുള്ളൂ. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഇതേ പാക്ക് ചെയ്തിട്ട് പോവാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്തത് എല്ലാവരും കൂടി കൂടുക ഇവരുടെ കെട്ടുനിറക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വിൻചേട്ടനും ആദർശും പിന്നെ വിൻചേട്ടനും അച്ഛനും ഇവരെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ മലയ്ക്ക് പോണത്. അത് ഡിസംബർ 6 ഇവർ കെട്ടുനിറയ്ക്കും. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരെയും നിങ്ങൾക്ക് കാണാം. വിൻചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മ, വിൻചേട്ടൻ്റെ ഫാമിലിനെയും കൂടി ഞാൻ കാണിക്കാം കേട്ടോ അതിൽ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വ്ളോഗ് ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ അതിന് നമുക്ക് കാണാം കേട്ടോ, കെട്ടുനിറക്കുള്ള വീഡിയോയിൽ കാണാം. അങ്ങനെ ഇതേ ഞങ്ങളെല്ലാം പറക്കിയെടുത്തിട്ട് ഞങ്ങളിതേ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. തേജപ്പനാണെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം തേജുവിൻ്റെ ബാഗിലാണ് ബാക്കി എല്ലാ ഡ്രസ്സും കുത്തി നിറച്ചുകൊണ്ടിരിക്കണത്. അമ്മ അത് കുട്ടിക്ക് തീരെ പിടിക്കണില്ല കേട്ടോ. ഈ കുട്ടികളുടെ മാത്രമുള്ള വെയിറ്റ് അപ്പടി ഇല്ല, നല്ല കണ്ണട ഞാനാ വെക്കാം. വണ്ടലൂ നോക്ക്, ഫോണ്. അപ്പൊ ഞാൻ സ്കൂട്ടിയുമേട്ടാ വന്നിട്ടുണ്ടായിരുന്നത്, വിൻചേട്ടനും തേജും ബുള്ളറ്റുമേട്ടാ വന്നത്. അതെന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അപ്പുറം അങ്ങനെ ഒരു മൂഡ് തോന്നി. അപ്പൊ അങ്ങനെ പോകുന്നതാട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സും പിടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം വിൻചേട്ടനും കൂടി ഉള്ള ഡ്രസ്സ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടി പിടിക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തെ ഒരു മൂഡിന് അങ്ങനെ പോകുന്നതാട്ടോ. പിന്നെ ഞങ്ങളിത് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ നമ്മുടെ വീട്ടിലേക്ക് പോവാട്ടോ. വീടെത്തിട്ടോ നമ്മള് വീടെത്തിയിട്ടുണ്ട്. ഞാൻ ചെടി നനയ്ക്കാനാ ഫസ്റ്റ് തന്നെ, ആകെ മൊത്തം വാടി. ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അവിടേക്ക് വെക്കും. ഈ ചെമരില്ലേ ഇവിടേക്ക് വെക്കുക, വെക്കുമ്പോഴേക്കും മൊത്തം വാടും തോന്നുന്നു. ഇത് വേഗം അതെ കേട്ടോ.
കണ്ടോ? പിന്നെ ഈ ഗ്യാപ്പിൽ എനിക്ക് കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അപ്പുറത്ത് ഗീതേശ്വരോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കൊടുന്ന് തരികയാണ്. വണ്ടി ഓടിച്ചേർന്നേ. ആരായി എന്താ പറയണ്ടേ? എന്നാ ഈ വാ, ഈ പറഞ്ഞോ, ഇങ്ങോട്ട് വാ. അല്ല, ഇവിടെ ഒന്ന് പറഞ്ഞായി ഫ്രണ്ടില്. ബൈക്കോ? ഏത് ബൈക്കോ? തേജുനെ ഓടിച്ച്. തേജു ആരാ ആക്സിഡന്റോ കൂട്ടിയിരുന്ന്? ആ, ചോദിച്ചു. വളവ് തിരിച്ചിരുന്നാരാ? ആ, ഒരു കണ്ണാപ്പി കുട്ടി വീഴാൻ പോയിത്രേ. തേജു പ്രോ ഡ്രൈവറായിട്ടോ. തേജു പ്രോ ഡ്രൈവറായി. ഇനി പറയണേ, എനിക്ക് അടുത്ത കൊല്ലം ബുള്ളറ്റ് മതി, അടുത്ത കൊല്ലം ബുള്ളറ്റ് ഓടിക്കാം. അപ്പൊ ഗേൾഫ്രണ്ട് വെച്ച് ഓടിക്കാൻ പറഞ്ഞപ്പോളേ, ഇല്ല അത് വലുതായിട്ട് ഗേൾഫ്രണ്ടിനെ കൂട്ടി ഓടിക്കാം. ലൈസൻസ് 18 വയസ്സാവണം. എന്ത് ചെയ്യാ? എത്ര വർഷം എന്താണ് വേണ്ട? ഏത് വണ്ടി വേണ്ട? സ്വിഫ്റ്റാ? അത് കാറല്ലേ? ആദ്യം ബൈക്ക് ഓടിച്ച് പഠിക്കുന്നുണ്ട്, കാർ പിടിച്ച പോലെ. ബുള്ളറ്റ് മതിയെന്നാ? അപ്പൊ അച്ഛനോ? ഏതപ്പോ വണ്ടി? ഈ ബുള്ളറ്റ് എടുത്തോ? ജിഷ്മാടെ സൈഡായിരിക്കല്ലേ? പിന്നെ ഞാനൊന്നും ഇല്ലാത്തോണ്ട് അച്ഛൻ ഒരു സ്ഥലത്ത് പോലെ ഒരു ബൈക്ക് എടുത്തിട്ട് ആ ബൈക്കിന്റെ പേരെന്താ? എവിടെ? മറ്റേ ബൈക്കല്ല, ഫീൽഡിലത്. ഏതാ? KTM. ആ, മതിയോ? ഡ്യൂക്കാ? അനക്ക് കാലത്തുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? കാലത്തില്ലല്ലോ. കാലത്തില്ലല്ലോ ബ്രേക്ക് പിടിക്കാൻ ആക്സിഡന്റ്. അപ്പൊ അടുത്ത കൊല്ലത്തിന് എന്ത് ചെയ്യാ? അതെ, ഓക്കെ. ലൂണ വാങ്ങി തരല്ലേ? ലൂണ ഈ തമിഴ്നാട്ടിലൊക്കെ ഓടിക്കില്ലേ ആൾക്കാര്? ആ, ഒരു സ്കൂട്ടി പോലത്തെ. ആ, ഓക്കെ. ഇലക്ട്രിക് ഉണ്ട്. ഓക്കെ. ആരാ ഇലക്ട്രിക്? പഠിക്കാൻ നന്നായിട്ട് ആദ്യം, എന്നിട്ട് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം. ഇലക്ട്രിക് വേണോ, കത്തണത് വേണോ, മിന്നണത് വേണോന്ന് കേട്ടോ. പോയി പഠിക്കേ. ആരോട്? ഈ ഷെഡിയൊക്കെ ഇട്ട് കിടന്നിട്ട് വ്ളോഗില് ആൾക്കാര് കാണില്ലത്. വൈകിട്ട് കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് കുട്ടേട്ടനും കുട്ടിയൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തായാലും ഇപ്പൊ തന്നെ ബൈക്ക്, കാറ് എല്ലാത്തിനും. തേജുവിന് ബൈക്കുകളുടെ പേരുകൾ വലിയ ഇതിൽ, അവന് കാറുകളോട് ഭയങ്കര ക്രൈസ് ആട്ടെ തേജുവിന്. ഒരുവിധം എല്ലാ കാറുകളുടെ പേരും എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടാ. പക്ഷെ ഇവൻ പറയുമ്പോഴാണ് ഞാൻ ഓരോന്ന് അറിയണത്. ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ ഇവന് ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ് എനിക്ക് സംശയം. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കണതല്ല അവർക്ക് അറിയുള്ളൂ. ഞാനൊന്നും പറഞ്ഞു കൊടുക്കില്ല, വിൻഷാട്ടിനൊന്നും പറഞ്ഞു കൊടുക്കില്ല. എന്നിട്ട് അവന് കാറ് ഭയങ്കര ഡ്രൈവിംഗ് ഉണ്ടല്ലോ, ഭയങ്കര ഡ്രൈവിംഗിൽ ക്രേസ് ഉള്ള ഒരാളാണ് കേട്ടോ തേജു. അങ്ങനെ അവര് ഇതേ കുളത്തിലേക്ക് കുളിക്കാൻ പോയിട്ടാ. കുളത്തിൽ കഴിഞ്ഞു കേട്ടാ. മേലെങ്കിലും ഒക്കെ കഴിഞ്ഞേ. ഇപ്പൊ വിൻഷാട്ടനൊക്കെ കുളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ വിളക്ക് കൊളത്തി. പിന്നെ പാട്ടെന്തെങ്കിലും വെക്കാൻ നോക്കാട്ടാ. കണ്ണ് ഇങ്ങനെ നന്നായിട്ട് എഴുതിയിട്ട് കൺമഷി പോവാൻ കുറച്ച് പാടുപെട്ടു. കടയില് സോപ്പ്, മറ്റേ ഫേസ് വാഷും പോയി. കണ്ണിന്റെ ഇടയിൽ ജാതി വേദന. ഇനി ഇന്നിവിടെ വിളക്കാണ്, അപ്പൊ വിളക്കിന് പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പോവാണെങ്കിൽ അതായിരിക്കും വീഡിയോ. അതിനൊക്കെ മുന്നേ വിൻഷാടം കിടക്കുന്ന റൂമിലാണ് ഞാൻ തുണികളൊക്കെ കൊടുന്നിട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ മടക്കി വെച്ചിട്ട് റൂമൊന്ന് റെഡിയാക്കാണ്ട് ഞാൻ അയ്യപ്പൻ്റെ എന്തെങ്കിലും പാട്ടുകൾ കണ്ടോ തപ്പിക്കൊണ്ടിരിക്കുക. കുറേ പേര് ചോദിക്കാറുണ്ട് ഏതിലാണ് നമ്മൾ ഈ പാട്ടുകൾ വെക്കണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ യൂട്യൂബിലാണ് വെക്കണത്. അതായത് ഇങ്ങോട്ട് ഗൂഗിൾ TV ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈഫൈ കണക്ഷൻ ഉള്ളതുകൊണ്ട്
നെറ്റിന്റെ ഇഷ്യൂ വരില്ലല്ലോ. അപ്പൊ ഞങ്ങൾ യൂട്യൂബിലാണ് പാട്ട് വെക്കാട്ടോ. യൂട്യൂബിൽ ഡിവോഷണൽ സോങ്സ് അടിച്ചാൽ തന്നെ ഒരുവിധമൊക്കെ വരും. അയ്യപ്പന്റെ സോങ്സ് ആണെങ്കിൽ അയ്യപ്പ സോങ്സ് എന്നൊക്കെ അടിച്ചാൽ വരും കേട്ടോ. നമ്മുടെ പിന്നെ എപ്പോഴും ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വെച്ചിട്ട് യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആദ്യം കുറച്ച് ഭക്തി ഗാനങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുക. പിന്നെ ഫുള്ള് തേജുവിന്റെ ഗൗരി, പിന്നെന്താ ഹൾക്ക്, എന്താ ഷിൻജാൻ, ഇവരൊക്കെ ആവട്ടെ പിന്നെ കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഞാനതിൽ എനിക്ക് വേണ്ടത് എടുത്ത് വെക്കും. അപ്പൊ അതൊക്കെ വെക്കട്ടെ. എന്നിട്ട് ആ റൂമിലത്തെ തുണികളൊക്കെ ഒന്ന് ഒതുക്കിക്കട്ടെ കേട്ടോ. ഈ വീഡിയോ ഉണ്ടല്ലോ, അന്നത്തെ വീഡിയോ അല്ല, അതായത് ഞാനിപ്പോൾ എടുത്ത വ്ളോഗില്ലേ ആ ദിവസത്തെ വീഡിയോ അല്ലേ. ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഗൈസ് ഒതുങ്ങിയിരിക്കണ. ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ വോയിസ് കൊടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്ക്. വേണ്ട, ഞാനുണ്ടല്ലോ കഷ്ടപ്പെട്ട് വോയിസ് കൊടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് വോയിസ് കൊടുക്കാലോ എന്ന് വിചാരിച്ച് ഈ ഒരു സമയത്ത് ഞാൻ ടെററാവില്ല. ഈ ഒരു സമയത്ത് ഞാൻ കൂളായിരുന്നിട്ടാലോ വോയിസ് കൊടുക്കുക. അതുകൊണ്ട് ആ ഒരു സമയം മുതലാക്കിയിട്ട് ഒരാളെന്നെ ചെയ്തുകൊണ്ടിരിക്കണതാണിത്. ഞാനിവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യുക, ഇവൻ എന്നെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ബ്യൂട്ടി ഡോട്ടല്ല ബേബി ഡോട്ടൊക്കെ ഇട്ടന്നിട്ടുണ്ട്. പിന്നെ മൂക്കിൻ്റെ തുമ്മത്ത് ഇട്ടെന്ന ബ്ലഷ് കണ്ടിട്ട് നിങ്ങൾ ആരും ചന്ദ്രനാണോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ചന്ദ്രനെ വരച്ചിട്ട പോലെ ഉണ്ട്. പിന്നെ എൻ്റെ പിരികൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ, അമ്മാതിരി ദിഗംബരനാക്കി തന്നിട്ടുണ്ട്. മതി. അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വോയിസ് കൊടുത്തോണ്ടിരിക്കണത്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി വീഡിയോയിലേക്ക് കിടക്കാട്ടോ. അങ്ങനെ അവര് കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മള് വിളക്കിന് പോവാണ് കേട്ടോ. ആദ്യം നമ്മള് കറുവത്തൂര് വിളക്കിനാണ് പോണത്. തേജുനാണെങ്കിൽ ചൊറി വിളക്കി നിൽക്കുന്ന നേരാണ്. ട്രൗസർ വേണ്ട, പാൻറ് മതി. തേജു അമ്മ വോയിസ് കൊടുക്കട്ടെ, ട്രൗസർ വേണ്ട പാൻറ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലുകൂടിയിട്ടാണ് നടക്കണത്. അതിന്റെ ദേഷ്യമാണ് വിൻചേട്ടൻ അടിക്കാൻ പോണതും. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ കെടുത്തി ആദ്യം കറുവത്തൂര് വിളക്കിന് പോകും. അതിനുശേഷം നമ്മൾ ഞാങ്ങാട്ടി വിളക്കിനാട്ടോ പോണത്. ഞാങ്ങാട്ടി വിൻചേട്ടൻ്റെ അമ്മ വീടാണ് കേട്ടോ. നമ്മൾ പറയില്ല മാമൻ്റെ വീടെന്നൊക്കെ. അപ്പോൾ അമ്മ വീടാണ്. അപ്പോൾ അവിടുത്തെ വിളക്കിന് നമ്മൾ എല്ലാ കൊല്ലം പോവാറുണ്ട് കേട്ടോ. അങ്ങനെ വാതിലൊക്കെ പൂട്ടി ഞങ്ങളിത് ഇറങ്ങി. അപ്പോൾ 6 മണി എന്ത് വേഗം എന്നറിയാലോ ഇപ്പം ഇരുട്ടാവണത്. സംഭവം 6:15 6:30 ആയിട്ടുള്ളൂ. പക്ഷെ നല്ല ഇരുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇനി അവിടെ നമ്മൾ എത്തുമ്പോഴേക്കും വിളക്ക് കയറണ നേരാട്ടോ. ഞങ്ങൾ കുറച്ച് നേരം നിന്നു. കുറച്ച് നേരം നിൽക്കണോട് കൂടിയിട്ടാണ് കാലും വിളക്കെല്ലാം കൂടി കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോയി തൊഴുകട്ടോ ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് കെട്ടി നിറച്ചിരിക്കുന്നവരുണ്ടായിരുന്നു, സ്വാമിമാര്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. തേജു ആണെങ്കിൽ തോണേൻ്റെ ഇടയ്ക്ക് മറ്റേ ഊട്ടുപുരല്ലേ, ഊട്ടുപുരയുടെ അവിടെയൊക്കെ പോയി നിന്നിട്ടാട്ടോ തൊഴണത്. അത് ഊട്ടുപുരയാണ് കേട്ടോ കാണണത്. അവിടെ പോയി നിന്നിട്ടാണ് തൊഴണത് കേട്ടോ ആള്. അങ്ങനെ ഞങ്ങൾ വേഗം തൊഴുതിട്ട് ഇനി പരിപാടികൾ കിട്ടുക. അതായത് ഉടുക്കൊട്ടുപാട്ടും കാര്യങ്ങളൊക്കെ അതൊരു വൈബ് തന്നെയല്ലേ. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു. എഴുന്നള്ളിപ്പും എല്ലാം മൊത്തമായിട്ട് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തേജു ഒതുങ്ങിയിരിക്കെ ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. നമ്മുടെ ഇവിടെ നാട്ടിലുള്ളവർ തന്നെ നമ്മുടെ വീഡിയോസ് പുറത്തുള്ളവർ കേട്ടോ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഇൻസ്റ്റയിലൊക്കെ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസ് കാണാറുണ്ട്, ഭയങ്കര നാട് മിസ് ചെയ്യാണ്. അവർക്ക് ഒരു മിസ്സിങ് തന്നെയല്ലേ നമ്മൾ ഈ വിളക്കും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇനി ഇതുപോലെ വിളക്കിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എല്ലാതും ഒന്ന് വീഡിയോ ഇട്ടോളോ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചേട്ടന്മാരായിട്ടോ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കവർ ചെയ്തിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഞാങ്ങാട്ടി വിളക്കിൻ്റെ അവിടെ കേട്ടോ. കറുവത്തൂര് കഴിഞ്ഞിട്ട് നമ്മൾ ഞാങ്ങാട്ടിൽ പോയി. അവിടെ എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് താലം ചെറിയുടെ നേരത്തായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാലും കുറച്ചേരൊക്കെ കണ്ടു. പിന്നെ വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നിന്ന് കാണുന്നുണ്ട്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വിൻചേട്ടൻ നമ്മുടെ നാടായതുകൊണ്ട് തന്നെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരേനൊക്കെ കണ്ട് വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഈ ഒരു ഏരിയയിലാണ് തോന്നുന്നു കേട്ടോ. ഒരുപാട് പേര് വന്ന് വർത്താനം പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഞാങ്ങാട്ടി കേട്ടോ. ഞാങ്ങാട്ടി മുന്നേ തേട്ടാ നമ്മൾ പൂരത്തിനൊക്കെ വരുമ്പോഴും അതെ കുറേ പേര് നമ്മുടെ അടുത്ത് വന്ന് വർത്താനം പറയാറുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും പറയും നമുക്ക് ഞാങ്ങാട്ടി ടു പട്ടാമ്പി ആ ഏരിയയ്ക്ക് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട് തോന്നുന്നു. പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല തിരക്കാടുന്നു. ക്യൂ അങ്ങ് റോട്ടിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ തേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ക്യൂവിൽ നിന്ന് കഴിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. എന്നാലും കുറച്ച് നേരം നമ്മളൊന്ന് അവിടെ തട്ടിത്തിരി നിന്ന് നോക്കി. പക്ഷെ കണ്ടത് ഈ കാണുന്നത് ക്യൂ ആണ്. ഇങ്ങനെ വളഞ്ഞ് വേണം നമ്മൾ ഊട്ടുപോലെ കയറണമെങ്കിൽ. അപ്പം നമ്മൾ ക്യൂ അങ്ങനെ നിന്നില്ല കേട്ടോ. വിൻചേട്ടനാണെങ്കിൽ പറഞ്ഞ പോലെ ഫ്രണ്ട്സും അവരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തേജപ്പിന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട്
അത് വാങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരുവിധ ഐറ്റംസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ ഇതുപോലെ പൂരത്തിനും വിളക്കിനൊക്കെ പോയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇല്ലാത്തത് നോക്കിയിട്ടാണ് എടുക്കണത്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചതായിട്ട്. ഇത് ഇവനോട് അത് എടുക്കടാ പറയുമ്പോൾ അവൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് അവന് ഇതേ ഒരു സാധനം വാങ്ങിയിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ച ഫാൻ പോലെ ഇങ്ങനെ കറങ്ങും. ലാസ്റ്റ് ഈ ഒരു സാധനം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി. ഇതിനൊന്നും പേരറിയാത്തതുകൊണ്ടാണ് ഈ സാധനം എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇത് വാങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് വാങ്ങിയത് അവനെടുത്തു, അവന് വാങ്ങിയത് എനിക്ക് തരാനാണ്. അങ്ങനെ ഇപ്പം നമ്മൾ നിൽക്കണത് നമ്മുടെ പട്ടാമ്പി മണികണ്ഠഭവനില കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ ദോശ കഴിക്കാൻ വന്നതാണ്. എന്തായാലും നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കുട്ടേട്ടനെ കൂടിയിട്ട് ഇതേ ഇവിടേക്ക് ദോശ കഴിക്കാൻ വന്നപ്പോൾ പ്രാവശ്യം ഞാൻ മസാല ദോശ പറഞ്ഞില്ല കേട്ടോ. നെയ് റോസ്റ്റും ഒരു വടയും പിന്നെ സാമ്പാർ ചട്നി ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഇനി വീട്ടിലേക്ക് പോകട്ടെ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ പീച്ച ചെവിട് പൊങ്ങണ സാധനം, അതിൻ്റെ പേരിക്കറിയില്ല. അത് ഞാൻ വാങ്ങിയത് എന്താണെന്നറിയോ, നമ്മളിങ്ങനെ സിനിമയ്ക്കൊക്കെ രാത്രി കാറ്റടിച്ച് പോകണമെന്നല്ല. അപ്പോൾ തേജുവിന് ഉപയോഗമാവും, അത് ചെവിട്ടിൽ വെച്ച കാറ്റടിക്കില്ലല്ലോ. അങ്ങനെ ഒരു ബേസിൽ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ വീട്ടിലെത്തി. ഇത് നല്ലതാട്ടോ, തടവടിക്കണില്ലേ ചെവിട്ടിക്ക്. അമ്പലത്തിൽ നിന്ന് പാട്ട് കേക്കണ്ടോ നിങ്ങക്ക്? കേക്കണ്ടോ? ചാവി എടുത്തിട്ടില്ല ചേട്ടാ. കേട്ടോ പാട്ട് കേട്ടോ? ഇത് കറുവത്തൂർ അമ്പലത്തിൽ നിന്നാണ് കേട്ടാ. നല്ല മഞ്ഞിത് വെക്കണം, നല്ലതാ. അപ്പോൾ ഞങ്ങൾ വീടെത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വൈൻഡപ്പ് ചെയ്യല്ലേ ചേട്ടാ? യെസ്. ചേച്ചി ടാറ്റ പറ. ടാറ്റാ. അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിലേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ബൈ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അവന് പോരാ, ഇനി അവൻ കണ്ണു കുത്തല്ലേ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പൂരല്ലേ? നിനക്ക് ഞാൻ തരോടോ ഞാന്. ഇതാണ് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇതാണ് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇങ്ങനെ ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യണമെങ്കിൽ എവിടെ കോണ്ടാക്ട് ചെയ്യണം? ദേവിക്കിനെ കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ. വർക്കൊക്കെ കിട്ടിയ പൈസ ഒക്കെ തരണട്ടോക്കെ. നിനക്കല്ല, നിനക്ക് കിട്ടിയ പൈസ അമ്മക്ക് തരണട്ടോ. വർക്കൊക്കെ കിട്ടിയ അതെന്താ എനിക്ക് ചോദിക്കാളൂ. അതൊക്കെ എന്ത് ഉദ്ദേശിച്ച്? എന്റെ ചുണ്ട് തെങ്കടൊക്കെ ചെത്തിപ്പോയിണ്ടോ? ഇതൊക്കെ ഞാൻ കൺമഷി, ഇതൊക്കെ കൺമഷി ഗൈസ്. ഇതൊക്കെ ഞാൻ കഴുകി കളയണ്ട. നീ ഇവിടെ നിക്കൂ, ഇവിടെ നിക്കൂ. ഞാനിവിടെ നമ്മുടെ മിക്കുമോളുടെ മടിയിൽ കിടന്നിട്ടാണ് എല്ലാം ലോങ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാതിരിക്കുക. ഈ എഡിറ്റ് ചെയ്യാൻ കിടക്കുമ്പോ ഇപ്പൊ നിങ്ങള് ഈ വീഡിയോയിൽ വോയിസ് ഓള് കേട്ടില്ലേ? ഇതൊക്കെ സഹിച്ചോണ്ടാണ് ഞാൻ ആ വോയിസ് ഓള് കൊടുത്തിരുന്നത്. നമ്മുടെ കുട്ടികൾ നോക്കട്ടെ, നോക്കട്ടെ. ഇതൊക്കെ കഴുകി കളഞ്ഞിട്ട് വരാൻ കഴിയും. അയ്യോ അയ്യോ അമ്മ മറ്റേ പോയി ചെറുതായിട്ട്. ടാറ്റാ.